Hi dear friends, Assalamualaikum. Namaskaram. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിലായിട്ട് പറയാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് പെയിനും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. പിന്നെ 2 ദിവസം റെസ്റ്റ് എടുത്തപ്പോൾ വലിയൊരു പെയിന് മാറിക്കിട്ടി. എന്നാലും പൂർണ്ണമായിട്ട് മാറുന്നില്ല. അപ്പോൾ അങ്ങനെ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റിലേക്ക് മാറാന്നുള്ള രീതിയിൽ അങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വീട്ടിലാണെങ്കിൽ ഇപ്പോൾ ഇവിടെ മുന്നത്താത്തയും വന്നിക്കണ് എന്നെ നോക്കാനായിട്ട് വന്നതാണ് കേട്ടോ. ഇനി ഇവിടെ ഷെയ്ക്ക് ഒറ്റയ്ക്കാകുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. അമ്മയും എല്ലാവരും ബുദ്ധിമുട്ടല്ലേ, കുട്ടികളൊക്കെ നോക്കണ്ട. ഞാൻ കിടന്നു കഴിഞ്ഞാൽ മക്കളൊക്കെ നോക്കണമല്ലോ, സ്കൂളിലൊക്കെ പോകണമാകുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ മുന്നാത്തയും വന്നതാണ്. മുന്നാത്തേക്ക് 2 മാസത്തോളം ഇവിടെ ഉണ്ടാവും. റിനോവേഷൻ്റെ ഒരു വീടിൻ്റെ റിനോവേഷൻ്റെ കാര്യമൊക്കെ ആയിട്ട് അവിടെ വർക്ക് നടന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം ഇവിടെ വരും എന്ന് പറഞ്ഞതായിരുന്നു. പക്ഷേ എനിക്ക് അസുഖമായപ്പോൾ പിന്നെ പണി തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഓരിങ്ങോട്ട് വന്നതാണ്, നോക്കാനായിട്ട് തന്നെ വന്നതാണ്. അപ്പം അങ്ങനെ ഓരോക്കെ ആയിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോവുമായിരുന്നു. അപ്പം ട്രീറ്റ്മെൻറ്റ് കിടത്തിയിട്ട് ഉഴിച്ചിലും കാര്യങ്ങളൊന്നും ഇല്ലാതെ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പം അഡ്മിറ്റ് ആവാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ എവിടെ അഡ്മിറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം. അപ്പോൾ നമുക്കിവിടെ കുറേ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ റിവ്യൂനൊക്കെ ആയിട്ട് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളൊന്നും പ്രതീക്ഷിച്ച ഒരു പോലെയല്ലല്ലോ നമ്മളുടെ ലൈഫിലൊന്നും വരും. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ വന്നു. ബാക്ക് പെയിൻ വന്ന സമയത്ത് തന്നെ നമ്മൾ കുറേ പ്രൊഡക്ട്സൊക്കെ അങ്ങോട്ട് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇപ്പോൾ മാറും എന്നുള്ള രീതിയിലാണല്ലോ വിചാരിക്കുക. അങ്ങനെ കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ ഇവിടെ വന്നതുണ്ട്. അപ്പോൾ എനിക്ക് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റ് എനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു, വാക്യൂം ക്ലീനർ. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിക്കും. എനിക്കിപ്പോൾ യൂസ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. ആസ്കർക്ക് ഷെയർസൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് കാണാം അല്ലേ. അപ്പോൾ വാക്യൂം ക്ലീനർ ഇപ്പോൾ എല്ലാവർക്കും യൂസ് ചെയ്യാനൊക്കെ അറിയുന്നുണ്ടാവും. ഇപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു രീതിയിലുള്ള ഒരു വീട്ടിലൊക്കെ ആണെങ്കിൽ വാക്യൂം ക്ലീനർ ഭയങ്കര യൂസ്ഫുള്ളാണ്. കാർപ്പറ്റും സോഫ സെറ്റും ഒക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പ്രൊഡക്റ്റ് റിവ്യൂ കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ പ്രൊഡക്റ്റ്, അഗാറോ റീജൻസി കോർഡ്ലെസ് സ്റ്റിക്ക് വാക്യൂം ക്ലീനർ. ഇപ്പോൾ പ്രൊഡക്റ്റ് നിങ്ങൾ കണ്ടല്ലോ അല്ലേ. അപ്പം ഇതിൻ്റെ മെക്കാനിസം വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഷെയർസിൻ്റെ അതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ. അഗാറോയുടെ വയർലെസ് വാക്യൂം ക്ലീനർ ഇത്രയും ടൂൾസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ടൂൾസൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്കൊരു ബെഡോ അല്ലെങ്കിൽ സോഫ സെറ്റോ ഒക്കെ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൂൾ യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ഇതിൽ ഫിക്സ് ചെയ്താൽ മതി. നിങ്ങൾക്ക് കുറച്ച് ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ ആ നീളത്തിൽ കാണുന്ന ആ ഒരു സ്റ്റിക്ക് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ എൻഡിൽ ഈ ഒരു ടൂൾ വെച്ച് കൊടുത്താൽ മതി. ഇതിൻ്റെ വർക്കിംഗ് ഇതുപോലെയാണ്. ഇത് വയർലെസ് ആയതുകൊണ്ട് നമുക്ക് എവിടെ കൊണ്ടുപോയിട്ടും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് 5 മണിക്കൂറാണ് ചാർജ് ചെയ്ത് വെക്കേണ്ടത്. 5 മണിക്കൂർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 33 മിനിറ്റോളം നമുക്ക് ലോ മോഡിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഹൈ മോഡിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ 23 മിനിറ്റ്സും കിട്ടുമെന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഈ ഒരു ടൂള് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് കോർണേഴ്സിലുള്ള ഡസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ക്ലീൻ ചെയ്യുമ്പോഴുള്ള ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ഗ്ലാസിൻ്റെ ഈ ഒരു ഭാഗത്താണ് കളക്ട് ചെയ്യുന്നത്. ഇത് വെയ്റ്റ്ലെസ് ആയതുകൊണ്ട് നമുക്ക് ക്യാരി ചെയ്യാനും വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. നമുക്ക് കയ്യിൽ എടുക്കാവുന്നതേ ഉള്ളൂ. മക്കൾക്കൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് കുറച്ചൊരു ലെങ്തി ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ നേരത്തെ വെച്ച ടൂള് വെച്ചിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കാർപ്പറ്റൊക്കെ നല്ലോണം ക്ലീൻ ആവുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ കാണുന്നുണ്ടോയെന്നറിയില്ല, നല്ല കളർ ഡിഫറൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കുറേ ഡസ്റ്റ് വന്നിട്ടുണ്ട് ഈ ഒരു ഡസ്റ്റ് കളക്ട് ചെയ്യുന്ന സ്ഥലത്ത്. കണ്ടോ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 110 വാട്ട് ഹൈ എഫിഷ്യൻസി കോപ്പർ മോട്ടറാണ് വിത്ത് സൈക്ലോണിക് സെക്ഷൻ സിസ്റ്റം. അപ്പം അതിൻ്റെ സെക്ഷൻ പവർ എന്ന് പറയുന്നത് അപ് ടു 7 kPa വരെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ സെക്ഷൻ പവർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് പറ്റും. നമുക്ക് വേരിയസ് ടൈപ്സ് ഓഫ് സർഫേസ് ക്ലീൻ ചെയ്യുന്നതിനനുസരിച്ച് നമുക്കതിൻ്റെ സെക്ഷൻ പവർ മാറ്റി കൊടുക്കുക. ഹാർഡ് സർഫേസിന് വേണ്ടിയിട്ടുള്ളത് കാർപ്പറ്റ്, ബെഡ്, ലാപ്ടോപ്പ്, കീബോർഡ്സ്, കാർ സീറ്റ്, കർട്ടൻസ്, ഇതൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് സെക്ഷൻ പവറിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു ടൂളിലുള്ള ഈ ഒരു ബ്രഷൊക്കെ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതിനകത്ത്
ഹെപ്പ ഫിൽറ്റേഴ്സ് നമുക്ക് എയർ പൊല്യൂഷൻ കുറക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് കഴിയും. പിന്നെ ഈ ഒരു ടൂൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ സക്ഷൻ പവർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണിത്. പിന്നെ ഇതിൽ പറയാനുള്ളത് ഇതിൻ്റെ ഡസ്റ്റ് കളക്ട് ചെയ്യുന്ന ബിന്നുണ്ടല്ലോ, അത് 5 ലിറ്റർ ബാഗ്ലെസ് ഡസ്റ്റ് കളക്ഷൻ ബിന്നാണ്. അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. ക്ലീനറിൽ ഇതുപോലെ ഡസ്റ്റ് കളക്ഷൻ ബിന്നല്ല ഉണ്ടാവുക, ബാഗാണ് ഉണ്ടാവുക. അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. പിന്നെ ഇതിലുള്ള മറ്റൊരു ടൂളാണ് കേട്ടോ ഇത്. നമുക്ക് ഓരോ കാര്യങ്ങൾ ക്ലീൻ ചെയ്യാൻ പ്രത്യേകം ബ്രഷ് ഉണ്ട്. നമുക്ക് സൂട്ടബിളായി തോന്നുന്ന ബ്രഷ് എടുത്തിട്ട് ക്ലീൻ ചെയ്താൽ മതി. അപ്പം എന്തുകൊണ്ടും എനിക്ക് ഈ ഒരു വാക്യൂം ക്ലീനർ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതിങ്ങനെയാണ് കേട്ടോ ചാർജ് ചെയ്യുക. നമുക്ക് ചാർജ് ചെയ്യണമെങ്കിൽ ഏകദേശം 5 മണിക്കൂറോളം ചാർജ് ചെയ്ത് വെക്കണം. പിന്നെ ഇത് കാറ് ക്ലീൻ ചെയ്യാനും ഒക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് വയർലെസ് ആയതുകൊണ്ട് തന്നെ സുഖമാണ്. അപ്പം നമുക്ക് വാളിൽ ഹാങ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടുള്ള കൂടുതൽ ക്ലീനിങ് വീഡിയോസൊക്കെ ഇൻഷാല്ല ഞാൻ എൻ്റെ അസുഖങ്ങളൊക്കെ മാറിയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അഗാറോയുടെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആമസോണിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഒരുപാട് നാളായിട്ട് ഞാൻ വാങ്ങിക്കണം വിചാരിച്ചിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഒരു വാക്യൂം ക്ലീനർ എന്നുള്ളത്. അപ്പോൾ എന്തായാലും അഗാറോയുടെ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയതാണ്. ശരി, അപ്പം ഇനി ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ ഇങ്ങനെ കാണാമല്ലേ. അത് തെറ്റാം. അപ്പോൾ ഞാൻ എല്ലാവരുടെ അടുത്തും യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ താത്തയും ഇവിടെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ എല്ലാവരും കിച്ചണിൽ തകൃതിയായിട്ടുള്ള പണികളിലാണ്. അങ്ങനെ ഞാൻ ഓരോരുത്തൊക്കെ പറഞ്ഞ് അങ്ങനെ ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കണം. അപ്പം ഉമ്മ പറയുന്നു എന്തായാലും അസുഖം ഒന്ന് കണ്ടെത്തി മാറ്റി കിട്ടിയാൽ മതിയേനു എന്ന് പറഞ്ഞിട്ട് പറയുമായിരുന്നു. അപ്പം അങ്ങനെ ഇവരെല്ലാവരും ഉള്ളതുകൊണ്ട് എനിക്ക് റെസ്റ്റ് എടുത്തപ്പോഴൊന്നും വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ മക്കളുടെ കാര്യങ്ങളൊന്നും മുടങ്ങാതെ അസ്കർക്കാൻ്റെ ഒന്നും മുടങ്ങാതെ അങ്ങനെ പോയി. അപ്പം അങ്ങനെ ഷേസൊക്കെ അന്ന് പനിയായിട്ട് അവൾ സ്കൂളിൽ പോയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവുകയാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ കൊണ്ടോട്ടി-കൊട്ടപ്പുറമുള്ള മഹർ ആയുർവേദ ഹോസ്പിറ്റലിലാണ് കേട്ടോ പോണത്. മുന്നേ എൻ്റെ വീഡിയോ കണ്ടവർക്ക് അറിയുന്നുണ്ടാവും. ഞങ്ങളോട് ഒരു 1 ഡേ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പോയതൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാനും ഷെയ്ൻ്റെ ഹസ്ബൻഡും മക്കളും അതുപോലെ തന്നെ ഞാനും അസ്കറിക്കും മക്കളൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇവിടെ ഈ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ. അപ്പോൾ അവിടെയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പോണത്. അപ്പോൾ എന്തായാലും നമുക്കറിയുന്ന സ്ഥലത്ത് തന്നെ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ റൂം. അപ്പോൾ ഞാൻ അവിടെ നമ്മൾ അഡ്മിഷൻ എടുത്തിട്ട് നേരെ റൂമിൽ വന്നിട്ട് ഇരുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പം വീൽ ചെയറിലാണ് മുകളിലേക്കൊക്കെ കയറ്റി തന്നത്. അപ്പം അത്രക്കും നടക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ കുറച്ച് യാത്ര ചെയ്തും കൂടെ വന്നായതുകൊണ്ട് പ്രത്യേകിച്ച് നല്ല ബുദ്ധിമുട്ടുണ്ട്. റൂമൊക്കെ നല്ല ഫെസിലിറ്റീസൊക്കെ ഉള്ള നല്ല റൂമാണ്. മഹർ ആയുർവേദ സെൻ്ററിലാണ് കേട്ടോ. ഞാനിവിടെ മുന്നേ വീഡിയോ ചെയ്ത് കണ്ടവർക്ക് അറിയുന്നുണ്ടാവും. നമ്മളിവിടെ മുന്നേ വന്നിട്ട് ഒരു വ്ളോഗൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിവിടെ വന്ന് കിടത്തി ചികിത്സ പറഞ്ഞപ്പോൾ പിന്നെ നമുക്ക് പിന്നെ ഏതായാലും ഇവിടെ വന്നിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടുത്തെ ലത്തീഫ് ഖാനെ വിളിച്ചിട്ട് ചോദിച്ചപ്പോൾ ഇവിടെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് ജസ്റ്റ് വന്ന് ഇരുന്നിട്ടുള്ളൂ. അപ്പോൾ ബെഡിൽ കിടക്കാൻ പറ്റില്ല. അപ്പോൾ ബെഡ് ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിന് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. മുന്നേ എടുത്തിട്ടുണ്ടായിരുന്ന വളാഞ്ചേരിയുള്ള നബീൽ ഹാരിസ് ഡോക്ടർ ട്രീറ്റ്മെൻറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ കിടത്തി ചികിത്സ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പം പിന്നെ നമുക്ക് അവിടെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യാത്ര ഭയങ്കര ബുദ്ധിമുട്ടാണ്. അസ്കർക്കാർക്ക് കോളേജിലേക്ക് പോകാനും പിന്നെ എൻ്റെ അടുത്ത് വരാനും ഒക്കെ ആകുമ്പോൾ കുറേ ടൈം എടുക്കും. അപ്പോൾ പിന്നെ ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് നമ്മൾ പിന്നെ കിടത്തി ചികിത്സ പറഞ്ഞപ്പോൾ പിന്നെ മഹർക്ക് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ്. എന്തായാലും ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇനി ഇങ്ങനെ വഴിയെ അപ്ഡേറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് സുഖാവട്ടെ.
അപ്പോൾ അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പിന്നെ പറയാം. അപ്പം ഇന്ന് അഡ്മിറ്റ് ഇല്ല കേട്ടോ. ഇന്ന് അഡ്മിറ്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീരിയഡ്സ് ആകുമ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പീരിയഡ്സ് ആണ്. അപ്പം ഇനി അതൊക്കെ കഴിഞ്ഞിട്ടാണ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പം ഞാൻ ഇത്രയും ദിവസം അസ്കർക്കാൻ്റെ വീട്ടിലായിരുന്നു. നമ്മൾ മലേഷ്യയിൽ നിന്ന് ട്രിപ്പൊക്കെ കഴിഞ്ഞപ്പോൾ എത്ര ദിവസമായി, 2 ആഴ്ചയൊക്കെ ഏകദേശം ആയി തുടങ്ങണം. ഇത്ര ദിവസം നമ്മൾ അവിടെ തന്നെ ആയിരുന്നു. അപ്പം ഇന്നിപ്പോൾ ഇനി മുണ്ടോർമ്പ് വീട്ടിൽ പോകാൻ വിചാരിക്കുന്നുണ്ട്. ഏതായാലും പാക്ക് ചെയ്തിട്ട് പോന്നു. പിന്നെ ഷെസിനെ ഏതായാലും മുണ്ടോർമ്പ് വീട്ടിലേക്കാണ് ഇന്ന് വിടാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ അഡ്മിറ്റ് ആണെങ്കിൽ കുറച്ച് ദിവസം മുണ്ടോർമ്പ് വീട്ടിലും അതുപോലെ കൂട്ടിലങ്ങാടിയും അങ്ങനെയൊക്കെ ആയിട്ട് അവർക്ക് തോന്നണ പോലെ ഒക്കെ മാറി നിന്നോട്ടെ വിചാരിച്ചിട്ട് പിന്നെ മുണ്ടോർമ്പ് വീട്ടിലാണ് സ്കൂൾ കഴിഞ്ഞിട്ട് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം എന്തായാലും അവരങ്ങോട്ട് പോകും. അപ്പം ഇനിയിപ്പോൾ ഞാൻ ഏതായാലും പാക്ക് ചെയ്തൊക്കെ പോകുന്നതല്ല. പിന്നെ ഏതായാലും മുണ്ടോർമ്പ് വീട്ടിൽ പോകാൻ വിചാരിച്ചു. അപ്പോൾ കുറേ ദിവസമായി ഇപ്പം പറയണമുണ്ട് കുറച്ച് ദിവസം ഇവിടെയും വന്ന് കിടന്നോ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി അങ്ങനെ കിടക്കുക, ഏതായാലും റെസ്റ്റ് വേണമല്ലോ. അപ്പോൾ പിന്നെ രണ്ടിടത്തുമായിട്ട് അങ്ങനെ പോവാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഉപ്പയും ഉമ്മയും കുറേ ദിവസമായി വിളിക്കുന്നുണ്ട് അവിടെ വന്നു കുറച്ച് ദിവസം കിടക്കുക, ഏതായാലും റെസ്റ്റ് വേണമല്ലോ. അപ്പം നീ കിടക്കുക തന്നെയല്ലേ. അപ്പം 2 വീട്ടിലൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കുക, ഇനി കുറച്ച് ദിവസം ഇങ്ങോട്ട് പോരുമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി വിളിക്കുന്നു. അപ്പോൾ പോകാൻ വേണ്ടി നിന്ന സമയത്താണ് ഇങ്ങനെ കിടത്തി ചികിത്സ തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പറയുന്നത്. അപ്പോഴാണ് പ്ലാനുകളൊക്കെ മാറിയിട്ട് ഇങ്ങനെ പോകുന്നതായിരുന്നു. പിന്നെ അവിടുന്ന് അസ്കർഖാൻ്റെ വീട്ടിൽ നിന്ന് തന്നെ അവിടെ ഉമ്മയും ഉപ്പയും ഇവരൊക്കെ മുന്നതാത്തയും ഇവരൊക്കെ പറയുന്നുണ്ടായിരുന്നു അവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാ, ഷെയും ഉണ്ടല്ലോ മുന്നതാത്തി ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുട്ടികളൊക്കെ ആയിട്ട് എല്ലാവരും ആയിട്ട് രസമായിട്ട് അങ്ങനെ പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഇത്ര ദിവസം ഒരിനോടെ പിടിച്ചു തന്നെയായിരുന്നു. അൽഹംദുലില്ലാ, അതൊക്കെ ഒരു ഭാഗ്യമാണ് കേട്ടോ. നമുക്ക് എത്ര ആൾക്കാർക്കുണ്ട് കല്യാണം കഴിഞ്ഞ വീട്ടിലൊക്കെ മര്യാദക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ ഉണ്ടാവലുണ്ട്. അപ്പം ഇത് ഞാൻ ഫുൾ റെസ്റ്റിൽ തന്നെയായിരുന്നു. ഒന്നിനും എണീക്കണമൊന്നുമില്ലായിരുന്നു. ഫുഡൊക്കെ ഒരു ടേബിളിൽ കൊണ്ടുവന്ന് വെച്ച് തരും, അതിന് മാത്രം എണീക്കുക, ടോയ്ലറ്റിൽ പോകാൻ മാത്രം എണീക്കുക, അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ തന്നെ ആയിരുന്നു. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ കുറച്ച് ദിവസം മുണ്ടോർമ്പ് വീട്ടിൽ നിന്നിട്ട് പിന്നെ ഇനി അഡ്മിറ്റ് ആകാൻ പോകുമ്പോൾ നേരെ ഇങ്ങോട്ട് അഡ്മിറ്റ് ആകാൻ വേണ്ടിയിട്ട് വരാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഞാൻ അപ്ഡേറ്റ് ചെയ്യുക അങ്ങനെ ഓരോ കാര്യങ്ങൾ. ഇനി എനിക്കിപ്പോൾ വേറെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റണില്ലല്ലോ ഏതായാലും. പിന്നെ എൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ശരിക്കുള്ള വ്ളോഗിങ് പോലെ ആയി ഇപ്പോൾ. മറ്റേത് നമ്മൾ വോയിസ് ഓവറാണല്ലോ ചെയ്യണത്. കുറേ പണികളെടുക്കുമ്പോൾ വീഡിയോ വോയിസ് കൊടുത്തെടുക്കാൻ ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ വോയിസ് ഓവർ ചെയ്ത് അങ്ങനെ വീഡിയോ എടുക്കുന്നുള്ളൂ. ഇനിയിപ്പം ലൈവായിട്ട് വോയിസ് കൊടുക്കാൻ പറ്റുന്ന അവസ്ഥയായി. എന്തായാലും എല്ലാം ഒരു എന്താ പറയുക, ഓരോരുത്തർക്കും ഓരോ ഘട്ടത്തിൽ ഓരോരോ പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ ഒന്നുമല്ല, ഇതിനേക്കാളും ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ അവസ്ഥകളൊന്നും ആവില്ല. അത് ഇപ്പോൾ എൻ്റെ ലൈഫിൽ ഇങ്ങനൊരു അവസ്ഥ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാം നല്ലതിനായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മളെല്ലാം എന്താ പറയുക ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവുക. അങ്ങനെ അപ്പം അങ്ങനെ ഞങ്ങളിപ്പോൾ ഇവിടുന്ന് പോകും. അപ്പോൾ അസ്കർക്ക് എന്നെ ഇവിടെ ആക്കിയിട്ട് കോളേജിലൊന്ന് പോയതാണ്. അസ്കർക്കാർക്കും തന്നെ ഫുൾ ബിസിയാണ്. ഇങ്ങോട്ട് വരിക, എൻ്റെ അടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക, അങ്ങനെ ഫുൾ തിരക്കാണ്. അപ്പോൾ കോളേജിൽ തന്നെ ലീവൊക്കെ ഏകദേശം എടുത്ത് കഴിഞ്ഞ് തുടങ്ങിയിരുന്നു. അപ്പം ഇന്നെന്തായാലും പോകേണ്ട ആവശ്യമുണ്ട്. അപ്പം എന്നെ ഇവിടെ ആക്കിയിട്ട് അഡ്മിറ്റ് ചെയ്തിട്ട് പോകണമെന്ന് വിചാരിച്ചു നിന്നതാണ്. അപ്പം അഡ്മിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ജസ്റ്റ് കോളേജിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ്. എന്നിട്ട് അസ്കർക്ക് വന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകും കേട്ടോ. എൻ്റെ പീരിയഡ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്താണ്. എനിക്ക് ഇങ്ങനെ സീക്വൻസ് ആയിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റണില്ലായിരുന്നു. അപ്പോൾ എന്തായാലും എണീക്കുന്ന സമയത്തോ അങ്ങനെയൊക്കെ ഇങ്ങനെ പറ്റുള്ളൂ. അപ്പം ഞാൻ ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റലിനടുത്ത ഓരോ ക്ലിപ്സ് ഇങ്ങനെ വെറുതെ ഇട്ടതാണ്. അപ്പോൾ ഇനി ഹോസ്പിറ്റൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇനി നെക്സ്റ്റ് വീഡിയോയിലൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ ഞാനിപ്പം മഹറിലാണ് കേട്ടോ ഉള്ളത്. അപ്പം നിങ്ങൾ ബാക്കി വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പം ഞാൻ മഹറിൽ വന്നിട്ട് ഇപ്പം 6ാമത്തെ ദിവസമാണെന്ന്. അപ്പം ബാക്കി ട്രീറ്റ്മെൻറ്റ് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അപ്പം മർമ്മ ചികിത്സയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്തിട്ടേ മാറുള്ളൂ എന്നുള്ളത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട് നിങ്ങളും പ്രാർത്ഥിക്കുക. ആദ്യമായിട്ടാണ് ഇങ്ങനെ അസുഖമായിട്ട് ഇത്രയും ഒരു കാലം 1.5 മാസത്തോളം ഇങ്ങനെ കിടക്കണം. ഇപ്പോൾ 1 മാസമായി കണ്ടിന്യൂസ് ആയിട്ട് കിടപ്പാണ്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ട്രിപ്പും കാര്യങ്ങളൊക്കെ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നെങ്കിലും
ഒന്നും അത്ര സുഖത്തിലുള്ളൊരു പോക്കൊന്നും ഇല്ലായിരുന്നല്ലോ. നല്ല വേദന ആയിട്ട് തന്നെയാണ് നടന്നിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെ എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് ട്രീറ്റ്മെൻറ്റ് അപ്ഡേഷനും കാര്യങ്ങളും ഒക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എന്നാൽ ഇനി വീഡിയോ ഇടാമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പറ്റുന്ന പോലെയൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്കും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വന്ന് ഫുഡ് കഴിക്കാൻ ഇരുന്നതാണ്. നല്ല എന്താ പറയുക, നല്ല ടയേർഡായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അതാണ് ഫേസൊക്കെ ഭയങ്കര ടയേർഡായിട്ട് കാണുന്നത്. അപ്പോൾ എന്തായാലും ഞാനിനി ഫുഡ് കഴിക്കട്ടെ. അപ്പം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ട്രീറ്റ്മെൻറ്റ് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കുക പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശരി, എന്നാലും ഞാനെന്നാൽ ഫുഡും കഴിക്കട്ടെ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പം ഇനി അടുത്ത വീഡിയോ എന്നാ വരാമെന്ന് അറിയില്ല. അതുവരേക്കും ടാറ്റ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.